നമ്മുടെ സിനിമാ നടൻ ഷൈൻ ടോം ചാക്കോ അതിൻ്റെ വാർത്തകളാണ് ടി വിയിൽ ലൈവായിട്ട് വളരെ വ്യാപകമായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ചിരിക്കാതെ എന്ത് പറയാനാണ്? പോലീസിന് വേറെ പണിയൊന്നുമില്ലേ എന്നുള്ള രീതിയിൽ ചിന്തിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഒരു വ്യക്തിയെ ടാർഗറ്റിട്ട് കേസിൽപ്പെടുത്തുക, അദ്ദേഹം നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം ചെയ്ത് കസ്റ്റഡിയിലാകുന്നതിന് പകരം അദ്ദേഹം ഒരു ലഹരി കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കി കോടതി അദ്ദേഹത്തെ കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിട്ടതിൻ്റെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിൽ അദ്ദേഹത്തെ പരിശോധന നടത്തുന്നതിന് വേണ്ടി ഏതാനും പോലീസുകാർ എത്തുകയും അദ്ദേഹം ഇറങ്ങി ഓടി മാറുകയും ചെയ്തു. അത് കഴിഞ്ഞ് 4 ദിവസം, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു കേസ് ഉണ്ടാക്കാൻ വേണ്ടി തെളിവുണ്ടാക്കി. അപ്പോൾ കേരളത്തിലെ പോലീസിന് തലയ്ക്ക് ഓളമാണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുക. ഇവനെയൊക്കെ പോലീസിൽ ആരാണ് വെച്ചിരിക്കുന്നത് എന്നറിയത്തില്ല. അപ്പോൾ ഒരുത്തരം കുറ്റക്കാരനാക്കാൻ വേണ്ടി, തെളിവുണ്ടാക്കാൻ വേണ്ടി അവനെ അറസ്റ്റ് ചെയ്യുക, അവനെ രാസപരിശോധനയ്ക്ക് കൊണ്ടുപോവുക, മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോവുക, അവൻ ദിവസങ്ങൾക്ക് മുമ്പ് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തെളിവുണ്ടാക്കുക. അത്രത്തോളം അതിൻ്റെ ആവശ്യകത എന്താണ്? അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്ത്, ഒരാളിനെ ടാർഗറ്റ് ചെയ്ത് കേസിൽ, ലഹരി കേസിൽ പ്രതിയാക്കി കൊണ്ടുവരാൻ വേണ്ടി മാത്രം പോലീസിന് എന്ത് താല്പര്യമാണ്? അപ്പം ഇത് കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നത് കോടതി വളരെ വിചിത്രമായിട്ട് കാണുകയും കോടതിയുടെ ശകാരത്തിന് ഇടയാകുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഈ കേസ് പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ പോലീസ് തരം താഴ്ന്ന രീതിയിലേക്ക് പോകരുത്. ഇപ്പം പത്രക്കാരെല്ലാം അതിൻ്റെ പുറകേന്ന് പോകുന്നു. ഒരു സിനിമാ നടൻ, ഈ സിനിമാ മേഖലയിൽ ഈ ഷൈൻ ടോം ചാക്കോ മാത്രമാണോ ലഹരി ഉപയോഗിക്കുന്നത്? അപ്പോൾ ഈ സ്ഥാനത്ത് മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വേറൊരു സിനിമാ നടനൊക്കെ ആയിരുന്നെങ്കിൽ ഇവർ ഈ രീതിയിലുള്ള ഒരു പരിശോധന നടത്തി അവൻ ദിവസങ്ങൾക്ക് മുമ്പേയും മാസങ്ങൾക്ക് മുമ്പെല്ലാം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എങ്കിൽ കേസെടുക്കും എന്നുള്ള രീതിയിലേക്കൊക്കെ പോലീസ് പോകുമ്പോൾ അത് ആളിൻ്റെ ലൈഫിനെ തകർക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അയാളെ ടാർഗറ്റിട്ട് കേസിൽ പ്രതിയാക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് കേരളം മാറുന്നു. അല്ലെങ്കിൽ സിനിമയിൽ ഒരാളിനെ മാത്രം പ്രതിയാക്കി സിനിമാ മേഖലയിൽ ആയിരക്കണക്കിന് നൂറുകണക്കിന് ലഹരി ഉപയോഗിക്കുന്ന, ലഹരി ഇടപാടുകാരായിട്ടുള്ള സിനിമാ നടികൾ ഉൾപ്പെടെയുള്ള ലഹരി പാർട്ടികളും ലഹരി സംഘങ്ങളും ലഹരി മാഫിയകളും എല്ലാം സിനിമാ മേഖലയിലുണ്ട്. അതൊന്നും പോലീസിനെ അന്വേഷിക്കാനോ തടയാനോ കണ്ടുപിടിക്കാനോ ഒന്നിനും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഒരു ഷൈൻ ടോം ചാക്കോയുടെ പിറകേന്ന് പോയി അവൻ ദിവസങ്ങൾക്ക് മുമ്പ് എന്താണ് ചെയ്തത്, എന്താണ് കഴിച്ചത്, മെഡിക്കൽ പരിശോധന നടത്തി അതിൽ ലഹരി ഉണ്ടായിരുന്നു എന്നൊക്കെ നോക്കി അങ്ങനെ ഒരു കേസിന് വേണ്ടി തെളിവുണ്ടാക്കി കേസെടുത്ത് പോകാതെ തന്നെ എത്രയോ ലഹരി മാഫിയ ഇടപാടുകളും സംഘങ്ങളും ലഹരി കടത്തും, കള്ളപ്പണം കടത്തും, സെക്സ് റാക്കറ്റുകളും എല്ലാം സിനിമാ മേഖലയിൽ കൂത്തരങ്ങായിട്ട് ബ്ലാക്ക് മണിയുടെയൊക്കെ കൂത്തരങ്ങായിട്ട് വാഴുന്ന സിനിമാ മേഖലയിൽ വമ്പന്മാരെയും തിമിംഗലങ്ങളെയും എല്ലാം വിട്ടിട്ട് ഈ കൈലിപ്പൊടിയെ നോക്കി ഒരു പാവപ്പെട്ട ഷൈനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവനെ മാത്രം കേസിൽ കുരുക്കി അവൻ്റെ ലൈഫിനെ മാത്രം സ്പോയിൽ ചെയ്യാൻ വേണ്ടി മാത്രം പോലീസ് ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് പോലീസിന് ഒരു സൈഡിൽ ഓളം, രണ്ടാമത്തെ സൈഡിൽ അതിൻ്റെ മാത്രം വാർത്ത ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മാധ്യമപ്പടയ്ക്ക് അതിലേറെ ഓളം. അപ്പോൾ ഇവർക്കാർക്കും വേറെ ന്യൂസൊന്നുമില്ല, പോലീസിന് വേറെ പണിയൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് കേരളം ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു കോമാളിത്തരമായിട്ട് ഷൈൻ ടോം ചാക്കോയുടെ കേസ് മാറുമെന്നുള്ളതിൽ, അപ്പം ഈ പത്രക്കാർക്കും പോലീസുകാർക്കും വേറെ പണിയൊന്നുമില്ലാതെ ഇതിൻ്റെ പുറകേന്ന് നടന്ന് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും കേരളത്തിൻ്റെ ദൈനംദിന ന്യൂസുകളുമെല്ലാം പാടെ തള്ളിക്കൊണ്ട് ഒരു കോമാളിത്തരത്തിലേക്ക് പോകുന്നത് വിഡിത്തമാണ് എന്ന് മനസ്സിലാക്കാതിരിക്കുന്നത്.